അസ്സലാമലൈക്കും. നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആംപ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ ബോൾ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിക്കാം. മുട്ട പൊട്ടിച്ച് കഴിഞ്ഞു നമുക്ക് ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യാം. ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി കുട്ടികളൊന്നും ഉപയോഗിക്കണ്ട. നമുക്ക് 2 സ്പൂൺ ഉള്ളി കോരിയിടാം. ഇത്ര മതിയോ? നമുക്ക് ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. വീഡിയോത്തിന് പണിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ചേർക്കണം. ഇത് ഒക്കെ പോലെ കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് പെപ്പർ പൗഡർ ആണ്. ഇതൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന. ഇത് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും മാവില്ല, ടേസ്റ്റ് ഉണ്ടാവും ചെയ്യൂല. ഉണ്ടായതിൻ്റെ ശേഷം മിക്സ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും മാറ്റി എല്ലാത്തിക്കുന്ന ആളം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലീനർ ഇവിടെ താത്ത കൊണ്ടുവന്ന് ആക്കാം. ഇപ്പം നമ്മളിത് പൊരിക്കാൻ പോവാം. അതിന് വേണ്ടി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിട്ട് സർവ് ചെയ്യാം. നമുക്ക് പൊരിക്കാൻ വേണ്ടി വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു പാന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കിയ മുട്ട നമുക്ക് അതിലേക്ക് ഒഴിക്കണം. ഇനി നമ്മൾ ചട്ടി ചൂടായി, നമുക്കിതിലേക്ക് പാരാം. ഇത് അങ്ങനെ നമുക്ക് പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ആക്കാം. കൈമ മുട്ടായി. ഇനി നമുക്കത് അരച്ച് വെക്കാം. അപ്പൊ കുറച്ച് നേരം അരച്ച് വെച്ചാൽ മുട്ട വേവൂല. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. ഇത് നമുക്ക് മറിച്ചിടാം. ഗോ. നമ്മൾ പ്ലേറ്റിലേക്ക് സർവ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒരു പ്ലേറ്റിലേക്ക് സർവ് ചെയ്യാം. ഇത് നല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും. നമ്മൾ വേവിച്ചുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തിന്നാം. നല്ലൊരു ടേസ്റ്റുമുണ്ട്. ഇത് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.